ഹായ് ഹലോ വെൽക്കം ബാക്ക്. അങ്ങനെ ആങ്ഫയും ഏണും ഒരുമിച്ച് നല്ല ക്ലോസ് ആയിട്ട് പോകുന്നത് ലാഡ കാണുകയും അവൾ ഫുഡ് കഴിക്കാനിരിക്കുമ്പോഴും അത് തന്നെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ബോ പറയുന്നുണ്ട്, ലാഡ നിനക്കിപ്പോൾ കുശുമ്പ് തോന്നുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിനക്ക് ഇപ്പോഴും ഏണിനെ ഇഷ്ടമാണെന്നാണ്. ലാഡ പറയുന്നുണ്ട്, കുശുമ്പോ? എനിക്കോ? എന്തിന്? എനിക്ക് അവളോട് ഒരു ഫീലിങ്സും ഇല്ല, ഞാൻ അതിനെ കുറിച്ചിട്ട് ഒട്ടും ആലോചിക്കുന്നില്ല. അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ലാഡ വീണ്ടും ഏണിനെ തന്നെയാണ് ഓർത്തുകൊണ്ടിരിക്കുന്നത്. അവിടെ എങ്ഫയും ഏണും കൂടി ഒരുമിച്ച് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം എങ്ഫ ഒരു ടവലും എടുത്തുകൊണ്ട് ഏണിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. നീ ഒരുപാട് വിയർത്തല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അവൾക്ക് തുടച്ചു കൊടുക്കുന്നുണ്ട്. അതേസമയമാണ് ഏണിന്റെ മാനേജർ ഇവർ തമ്മിൽ ലവ് ആണെന്ന് തെറ്റിദ്ധരിക്കുന്നതും അവരുടെ ഫോട്ടോ എടുക്കുന്നതും. എന്നിട്ട് അത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നുണ്ട്. ഏൺ പെട്ടെന്ന് തന്നെ എങ്ഫയുടെ കയ്യിൽ നിന്നും ആ ടവല് വാങ്ങിക്കുകയും ഞാൻ തന്നെ തുടച്ചുകൊള്ളാം എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു മുഖമൊക്കെ കഴുകി കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കുമ്പോൾ ഏൺ എങ്ഫയോട് ചോദിക്കുകയാണ്, നിനക്ക് ഗേൾസിനോടാണോ ഫീലിങ്സ് ഉള്ളതെന്ന്. എങ്ഫ പറയുന്നുണ്ട്, അവൾക്ക് ആണുങ്ങളോട് ഒരു ഫീലിങ്സും ഇല്ല, പകരം പെണ്ണുങ്ങളോടാണ് ഫീലിങ്സ് ഉള്ളതെന്ന്. ഏൺ ഞാൻ വെറുതെ ചോദിച്ചതാ എന്നും പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോകാൻ നോക്കുന്നുണ്ടെങ്കിലും എങ്ഫ അവളെ പിടിച്ചു നിർത്തുകയും ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഏണിന്റെ അടുത്തേക്ക് കൂടുതൽ ക്ലോസ് ആയി നിന്നിട്ട് എനിക്ക് നിന്നോട് ക്രഷ് ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ നിന്റെ ആൻസർ എന്തായിരിക്കും എന്ന് ചോദിക്കുകയാണ്. എങ്ഫ ഇത്രയും പെട്ടെന്ന് പ്രൊപ്പോസ് ചെയ്യുമെന്ന് ഏൺ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ ഒരുപാട് ഞെട്ടിയിട്ട് നിൽക്കുകയാണ്. എങ്ഫ എന്നിട്ട് ഏണിന്റെ അടുത്തേക്ക് കുറച്ചും കൂടി ക്ലോസ് ആയിട്ട് പോകുന്നുണ്ട്. അവൾ കിസ് ചെയ്യാനാണ് വരുന്നതെന്ന് ഏണിനും മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ ഇവിടെ വെച്ചിട്ട് ഈ സീൻ അങ്ങ് കട്ടാവുകയാണ്. ഇതിന്റെ ബാക്കി നമുക്ക് പിന്നീട് കാണിക്കുന്നുണ്ട്. അവിടെ ലാഡയ്ക്ക് ഒന്നിലും ശ്രദ്ധിക്കാനായിട്ട് സാധിക്കുന്നില്ല. അവൾ പഠിക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും എങ്ഫയും ഏണും ഒരുമിച്ച് ക്ലോസ് ആയി പോകുന്നതാണ് മനസ്സിലേക്ക് ഓടി വരുന്നത്. എന്നിട്ട് ലാഡ ഹോസ്പിറ്റലിലേക്ക് വന്നിരുന്നിട്ട്, ലാഡ നീ ഓക്കെയാണ്, നിനക്ക് ഒരു കുഴപ്പമില്ല എന്നൊക്കെ സ്വയം പറയുമ്പോഴേക്കുമാണ് അങ്ങോട്ട് ഏൺ വരുന്നത്. അതോടെ അവളുടെ എല്ലാ കോൺഫിഡൻസും പോവുകയാണ്. ഏൺ ലാഡയ്ക്ക് ബനാന പായി കൊടുക്കുന്നുണ്ടെങ്കിലും അവൾ വേഗം തന്നെ അത് വേസ്റ്റ് ബിന്നിലേക്ക് ഇടുകയാണ്. നിനക്കിത് ഇഷ്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാനിത് ഇഷ്ടപ്പെടുന്നത് 2 വർഷം മുമ്പേ നിർത്തി എന്ന് ലാഡ പറയുന്നുണ്ട്. ഏൺ പറയുകയാണ്, എനിക്കറിയാം നിനക്ക് എന്നെ കാണുന്നത് ഒട്ടും ഇഷ്ടമില്ലാന്ന്, പക്ഷെ എനിക്ക് നിന്നെ ഒരു ദിവസം പോലും കാണാതിരിക്കാൻ സാധിക്കുന്നില്ല. ലാഡ പറയുകയാണ്, ഞാനിപ്പോൾ ശ്രമിക്കുന്നത് എന്റെ ലൈഫിൽ നിന്നും നിന്നെ കളയാനാണ്. എനിക്ക് ഓൾറെഡി വേറൊരാൾ ഇഷ്ടമാണ്, ഞങ്ങൾ ഉടനെ തന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി പോവാണ്. ഏൺ പറയുന്നുണ്ട്, നീ പറയുന്നത് വസുനുവിനെ കുറിച്ചല്ലേ? പക്ഷെ വസുനുവിന്റെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിലവൻ പറയുന്നത് അവന് നിന്നെ ഇഷ്ടാണെങ്കിലും നിനക്ക് അവൻ ഇഷ്ടമില്ലാന്നാണ്. അത് കേൾക്കുമ്പോൾ ലാഡ പറയുകയാണ്, ഞാനും വസുനും തമ്മില് കുറച്ചു കാലങ്ങളായിട്ട് ഇഷ്ടത്തിലാണ്. നിനക്ക് ചിലപ്പോൾ അത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഞാൻ നിന്റെ മുന്നിൽ വെച്ച് തന്നെ അവനെ കിസ് ചെയ്യുവാണെങ്കിൽ നീ എന്നെ വിശ്വസിക്കോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഏൺ പറയുന്നുണ്ട്, നിനക്കൊരിക്കലും ഒരാണിനെ കിസ് ചെയ്യാനായിട്ട് സാധിക്കില്ലാന്ന്. അപ്പോൾ തന്നെയാണ് വസുനെ വിളിക്കുന്നതും ലാഡ ആ കോൾ അറ്റൻഡ് ചെയ്യുന്നതും. ഞാൻ എത്ര നേരമായി നിന്റെ കോളിന് വെയിറ്റ് ചെയ്യുന്നത്, ഞാൻ ഇപ്പോൾ തന്നെ നിന്നെ ഒരുപാട് മിസ് ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് ഒരു കിസ് കൊടുക്കുന്നുണ്ട്. നീ എപ്പോൾ എന്നെ കാണാൻ വരിക, നീ പെട്ടെന്ന് വായോ, എനിക്ക് ഇപ്പോൾ തന്നെ നിന്നെ കാണാൻ തോന്നുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് കേൾക്കാൻ ഏണിന് സാധിക്കുന്നില്ല. അവൾ പെട്ടെന്ന് തന്നെ ലാഡയുടെ കയ്യിൽ നിന്നും ആ ഫോൺ അങ്ങ് മാറ്റി വെക്കുകയാണ്. എന്നിട്ട് ലാഡയോട് ഒന്നും പറയാതെ വളരെ വിഷമിച്ചുകൊണ്ട് തന്നെ അവിടെ നിന്നും ഇറങ്ങുന്നുണ്ട്. ഏൺ കരഞ്ഞുകൊണ്ട് പോകുന്നത് ഡോക്ടർ ബോയും ടാനും കാണുന്നുണ്ട്. എന്നിട്ട് ലാഡയോട്, നീ എന്തിനാ ലാഡ അവളെ വിഷമിപ്പിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ലാഡ പറയുന്നുണ്ട്, അവൾ എന്നോട് ചെയ്ത അത്രയ്ക്കൊന്നും ഞാൻ അവളോട് ചെയ്തിട്ടില്ലാന്ന്. ബോ ചോദിക്കുന്നുണ്ട്, അവൾക്ക് ഇനി വിഷമമായിട്ട് അവൾ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ നീ പിന്നെ എന്താ ചെയ്യാന്ന്. അതിന് ലാഡ, ഈ ലോകത്തിൽ അവൾ ഏറ്റവും സ്നേഹിക്കുന്നത് അവളെ തന്നെയാണ്, അതുകൊണ്ട് തന്നെ അവൾ അവളെ തന്നെ ഒന്നും ചെയ്യത്തില്ല, അതെനിക്ക് ഉറപ്പാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഈ സമയം ഏൺ ഒരു വണ്ടി വരുന്നത് നോക്കുന്നുണ്ട്. ലാഡ അവളോട് ഇങ്ങനെ ചെയ്യുമെന്ന് അവൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഏൺ എന്നിട്ട് ആ വണ്ടിയെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ അവിടെ വെച്ചിട്ട് ആ സീനങ്ങ് കട്ടാവുകയാണ്. അതേസമയം തന്നെയാണ് റോസ് അങ്ങോട്ട് വരുന്നതും ഒരു പെൺകുട്ടിയെ ഹോസ്പിറ്റലിന് മുന്നിൽ വെച്ചിട്ട് ഒരു വണ്ടി ഇടിച്ചു എന്ന് വന്ന് പറയുന്നതും. അത് കേട്ടതും ലാഡ ഉടനെ തന്നെ ഓടിപ്പോകുന്നുണ്ട്. ഏൺ എന്ന് വിളിച്ചുകൊണ്ട് ആ പേഷ്യന്റിനെ നോക്കുന്നുണ്ടെങ്കിലും അത് ഏൺ ആയിരിക്കില്ല. ആ സമയം ഏൺ കുറച്ച് ബനാനാസ് ഒക്കെ എടുത്തിട്ട് ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുകയാണ്. അവൾക്ക് ബനാനാസ് അലർജി ആണല്ലോ,
അത് അവൾ കുറച്ച് കൂടുതൽ കഴിക്കുവാണെങ്കിൽ അവൾ ഉറപ്പായിട്ടും മരിച്ചു പോകും. അങ്ങനെ ഏൺ ആ ബനാനാസ് കഴിക്കുകയും അവിടെ തല കറങ്ങി വീഴുകയും ചെയ്യുന്നുണ്ട്. നഴ്സുമാർ ഉടനെ തന്നെ എമർജൻസി റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിലും അവൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകുന്നില്ല. ആ സമയത്താണ് റോസ് ലാഡയോട് ഏണിനെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത്. അത് കേട്ടതും ലാഡ ഉടനെ തന്നെ അങ്ങോട്ട് ഓടി പോവുകയാണ്. എന്നിട്ട് ലാഡ നഴ്സുമാരോട് ഈ പേഷ്യന്റിനെ എനിക്ക് നന്നായിട്ട് അറിയാം, ഇവർക്ക് ബനാനാസ് അലർജിയാണ്, അതുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം മനസ്സിലായത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ചികിത്സ നടത്തുകയാണ്. എന്നിട്ട് അവളെ റൂമിലേക്ക് മാറ്റുന്നുണ്ട്. ഏണിന്റെ കൂടെ വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഏണിനുള്ള റൂമൊക്കെ സെറ്റാക്കിയത് ലാഡ തന്നെയാണ്. ഏൺ ഉണർന്നു കഴിയുമ്പോൾ ലാഡയോട് പറയുന്നുണ്ട്, ലാഡ എനിക്കിപ്പോൾ സന്തോഷായി, എനിക്ക് എന്തെങ്കിലും പറ്റിയെന്ന് അറിയുമ്പോൾ നീ എന്റെ അടുത്തേക്ക് വരുന്നുണ്ടല്ലോ. ലാഡ പറയുകയാണ്, നീ ഇപ്പോഴും നല്ലോണം സെൽഫിഷ് ആണ്, നീ നിന്റെ കാര്യം മാത്രമാണ് നോക്കുന്നത്. നിനക്ക് ബനാനാസ് അലർജി ആണെന്ന് അറിഞ്ഞിട്ടും നീ അത് കഴിച്ചില്ലേ? ആ സമയത്ത് എമർജൻസി ആയിട്ട് ഏതെങ്കിലും പേഷ്യൻസിനെ കൊണ്ടുവന്നാലോ? ആ പേഷ്യന്റിന് കൃത്യസമയത്ത് ചികിത്സ കൊടുക്കാൻ പറ്റുമായിരുന്നോ? നിനക്കിപ്പോഴും നിന്റെ കാര്യം മാത്രമാണ് എന്നൊക്കെ പറയുമ്പോൾ ഏൺ പറയുന്നുണ്ട്, അവൾ ഇതെല്ലാം ചെയ്തത് ലാഡയെ നഷ്ടപ്പെടാതിരിക്കാനാണെന്ന്. അതിന് ലാഡ 2 വർഷം മുമ്പ് തന്നെ നിനക്കെന്നെ നഷ്ടമായി കഴിഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോകുന്നുണ്ട്. ഏൺ ഒരുപാട് കരയുന്നുണ്ട്. ലാഡ അവളുടെ ഓഫീസിലേക്ക് പോയിട്ട് 2 വർഷം മുമ്പത്തെ കാര്യങ്ങളാണ് ഓർക്കുന്നത്. ഏൺ അവളെ തേച്ചിട്ട് പോയല്ലോ. അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങൾ ലാഡയ്ക്ക് വളരെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു. എല്ലാ ദിവസവും അവൾ ആൽക്കഹോൾ കുടിച്ചിട്ടും കരഞ്ഞിട്ടുമാണ് ജീവിച്ചിരുന്നത്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ ലാഡയ്ക്ക് വീണ്ടും ഏണിനോട് ദേഷ്യം കൂടുകയാണ്. കുറച്ചു കഴിഞ്ഞിട്ട് ഏണിന്റെ അടുത്തേക്ക് അവളുടെ മാനേജർ വരുന്നുണ്ട്. എന്നിട്ട് ഏണിനെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവളെ സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞങ്ങോട്ട് ഡോക്ടർ ടാൻ വരികയാണ്. ഏണിന്റെ മാനേജറിനോട് പുറത്തു നിൽക്കാനായിട്ട് പറഞ്ഞിട്ട് ഏണിനോട് മാത്രമായി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഏൺ, നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. പക്ഷെ ലാഡ എന്റെ വളരെ നല്ലൊരു ഫ്രണ്ടാണ്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കാര്യത്തിൽ ഇടപെടുന്നത്. 2 വർഷം മുമ്പേ നീ അവളുടെ ലൈഫിൽ നിന്നും പോയതാണ്. ആ സമയത്ത് അവളെ കൊല്ലുന്നതിന് തുല്യമായിരുന്നു അത്. അവളുടെ ജീവിതവും അവളുടെ പഠിപ്പും അവളുടെ പാരന്റ്സിനെയും അവളുടെ എല്ലാം അവൾ ഉപേക്ഷിച്ചിരുന്നു. അത്രയ്ക്കധികം നീ അവളെ വേദനിപ്പിച്ചു. ഇനിയും നീ അവളുടെ ലൈഫിലേക്ക് വരാൻ നോക്കുന്നത് അവളെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ? ഞാൻ ഇപ്പോൾ നിന്നെ വോൺ ചെയ്യുകയാണ്, ഇനിയും അവളെ കൊല്ലരുത്. ഒരു പ്രാവശ്യം അവൾ എങ്ങനെയോ രക്ഷപ്പെട്ടു, പക്ഷെ ഇനിയും അവളെ നീ വേദനിപ്പിക്കുകയാണെങ്കിൽ അവൾക്കത് സഹിക്കാൻ പറ്റില്ല. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അവളെ ഇങ്ങനെയെങ്കിലും ആക്കിയത്, ഇനിയും നീ അവളെ തകർക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അതെല്ലാം കേട്ടിട്ട് നമ്മുടെ ഏൺ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. എന്നിട്ട് ഏൺ ടാനിനോട് ചോദിക്കുന്നത് അവസാനമായിട്ടൊരു ചാൻസ് മാത്രമാണ്. ഏണായിട്ടുണ്ടാക്കിയ അവളുടെ എല്ലാ മുറിവുകളും ഏൺ തന്നെ ഉണക്കാം, അവസാനമായിട്ട് ഒരു ചാൻസ് തരണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ടാൻ അവൾക്ക് ഒരു ചാൻസും കൂടി കൊടുക്കാൻ തയ്യാറാവുകയാണ്. പക്ഷെ ഏൺ എങ്ങനെയാണ് ഇനിയും ലാഡയുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുക എന്ന് അവൾക്ക് പോലും അറിയില്ല. ഏണിന്റെ അടുത്തേക്ക് പോകാതെ ലാഡയ്ക്ക് ഒരു സമാധാനവും കിട്ടുന്നില്ല. പക്ഷെ വെറുതെ പോകുകയാണെങ്കിൽ ഏൺ വിചാരിക്കില്ലേ ഏണിനെ കുറിച്ച് ഓർത്ത് വറീഡായിട്ടാണ് ലാഡ വരുന്നതെന്ന്. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകാനും തോന്നുന്നില്ല. അങ്ങനെ ലാഡ ഏൺ എന്ത് വേണമെങ്കിലും വിചാരിച്ചോട്ടെ എന്ന് മനസ്സിൽ കരുതിയിട്ട് അവളുടെ കോട്ടും ഇട്ടുകൊണ്ട് പോവുകയാണ്. അവിടെ പോയി നോക്കുമ്പോൾ ഏൺ നല്ല ഉറക്കത്തിലായിരിക്കും. ഏണിന്റെ മുടി ചെറുതായിട്ടൊക്കെ തടവിയിട്ട്, നിനക്ക് നന്നായിട്ട് കുറുമ്പ് കൂടിയിട്ടുണ്ടല്ലോ, നീ എന്തിനാ എപ്പോഴും എന്നെ ഇത്രയ്ക്കും വറീഡാക്കുന്നേ എന്നൊക്കെ ചോദിച്ചിട്ട് നെറ്റിലൊരു ഉമ്മയൊക്കെ കൊടുക്കുകയാണ്. അപ്പോഴാണ് ഏൺ പെട്ടെന്ന് ഉണരുന്നതും ലാഡയെ തിരിച്ച് കിസ് ചെയ്യുന്നതും. ഏൺ ലാഡയെ കിസ് ചെയ്യുമ്പോൾ ലാഡയ്ക്ക് ഏണിനോടുണ്ടായിരുന്ന ആ ഇഷ്ടം തിരിച്ചു വരികയാണ്. അവളും തിരിച്ച് കിസ് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ഏണിന്റെ മാനേജർ വരുന്നതും ഡോക്ടർ ഫലഡ നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നേ എന്ന് ചോദിക്കുന്നതും. ഇത്രയും നേരം നമ്മൾ കണ്ടതെല്ലാം ലാഡയുടെ വെറും സ്വപ്നങ്ങൾ മാത്രമായിരുന്നു. ശരിക്കും ലാഡ ഏണിന്റെ അടുത്തേക്ക് പോയിട്ടുമില്ല, അവർ രണ്ടുപേരും കിസ് ചെയ്തിട്ടുമില്ല. എന്നിട്ട് ലാഡ എനിക്ക് കാണേണ്ട പേഷ്യന്റിന്റെ റൂം ചെറുതായിട്ടൊന്ന് മാറിപ്പോയി എന്നും പറഞ്ഞുകൊണ്ട് തിരികെ നടക്കുകയാണ്. അവിടെ ഏണാണെങ്കിൽ ലാഡ എപ്പോഴെങ്കിലും വരുമെന്ന് ഓർത്തുകൊണ്ട് ആ ഡോറിന്റെ സൈഡിലേക്ക് തന്നെ നോക്കി കിടക്കുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസമാകുമ്പോൾ നമ്മുടെ ഏണിനെ ഡിസ്ചാർജ് ചെയ്യുകയാണ്. ആ സമയം അങ്ങോട്ട് എങ്ഫയും വരുന്നുണ്ട്. മാനേജറാണ് എങ്ഫയോട് ഏൺ ഈ ഹോസ്പിറ്റലിൽ ഉണ്ടെന്നൊക്കെ പറഞ്ഞു കൊടുത്തത്. അങ്ങനെ ഏണും എങ്ഫയും മാനേജറും കൂടി ഒരുമിച്ചാണ് തിരികെ പോകുന്നത്. ഹോസ്പിറ്റലിൽ നിന്നും അവർ പോകാനായിട്ട് നിൽക്കുമ്പോൾ ലാഡനെ കാണുന്നുണ്ട്. ലാഡ നോക്കുന്നത് ഏണും എങ്ഫയും കൈ പിടിച്ച് നടക്കുന്നതാണ്.
അപ്പോൾ തന്നെ ഏൺ എങ്ഫയുടെ കൈയൊക്കെ വിടുന്നുണ്ട്. മാനേജർ പറയുന്നുണ്ട്, ഏണിന്റെ കൂടെ ഞങ്ങൾ ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഏണിന്റെ റൂമൊക്കെ സെറ്റ് ആക്കിയത് നീയല്ലേ, അതിന് വളരെ നന്ദിയുണ്ട്. അതിന് ലാഡ, ഞാനൊന്നും ചെയ്തിട്ടില്ല, ഇവിടുത്തെ സ്റ്റാഫാണ് അതെല്ലാം ചെയ്തതെന്ന് പറയുന്നുണ്ട്. ഏൺ ലാഡയുടെ അടുത്തേക്ക് പോയിട്ട് അവളൊന്ന് വീട്ടിലേക്ക് പോകണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴാണ് എങ്ഫ അവരുടെ ഇടയിലേക്ക് വരുന്നതും, നീയാണല്ലേ ഫേമസ് ആയിട്ടുള്ള ഡോക്ടർ ഫാലഡ, നിന്നെ കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. നമുക്ക് ഇനിയും കാണാം എന്ന് പറഞ്ഞാൽ അത് വളരെ വലിയൊരു തെറ്റാകും. കാരണം ഇനിയും കാണണമെങ്കിൽ എനിക്ക് എന്തെങ്കിലും അസുഖം വരണ്ടേ. അതിന് ലാഡ, എന്നെ നിനക്ക് കാണണമെങ്കിൽ നിനക്ക് അസുഖമൊന്നും വരണ്ട, ഞാൻ ഹോസ്പിറ്റലിൽ മാത്രമല്ല ജീവിക്കുന്നത്, നമുക്ക് പുറത്ത് വെച്ചിട്ടും കാണാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴാണ് മാനേജർ പറയുന്നത്, എങ്ഫയും ഏണും ഒരുമിച്ചുള്ള ഫോട്ടോ ഇപ്പൊ ഫുൾ വൈറലായെന്ന്. അത് കേൾക്കുമ്പോൾ തന്നെ എങ്ഫയും ഏണും അത് ഏത് ഫോട്ടോയാണെന്ന് നോക്കാനായിട്ട് പോകുന്നുണ്ട്. ഏൺ ചെറുതായിട്ട് എങ്ഫയെ ടച്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും ലാഡയ്ക്ക് ഇഷ്ടാവുന്നില്ല കേട്ടോ. അത് മനസ്സിലാക്കുമ്പോൾ ഏൺ പെട്ടെന്ന് തന്നെ അവളുടെ കൈയെടുക്കുകയാണ്. നമ്മുടെ മാനേജർ എങ്ഫയും ഏണും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അത് സോഷ്യൽ മീഡിയയിലും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിപ്പോ ആകെ വൈറലായിട്ട് നിൽക്കുകയാണ്. എല്ലാവരും പറയുന്നത് ഇവർ തമ്മിൽ ലവ് ആണെന്നാണ്. എന്നിട്ട് ഒരുപാട് പേർ ഇവരെ ഷിപ്പ് ചെയ്യുന്നുണ്ട്. അതെല്ലാം കേട്ടിട്ട് ലാഡയ്ക്ക് ഒരുപാട് ദേഷ്യം വരുന്നുണ്ട്. അപ്പോഴാണ് എങ്ഫ പറയുന്നത്, ഇപ്പോൾ ഞങ്ങളുടെ ഫാൻസ് ഞങ്ങളെ ഷിപ്പ് ചെയ്യുന്നു, ഇനി ചിലപ്പോ ഫ്യൂച്ചറിൽ ഞങ്ങൾ ശരിക്കുമുള്ള കപ്പിൾസ് ആവും. അത് കേട്ടെന്ന് ലാഡ എങ്ഫയെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അവരുടെ രണ്ടുപേരുടെയും ഇടയില് ഏണ് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ വെച്ചിട്ട് ഈ 3ാമത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇനി എന്തൊക്കെ ഉണ്ടാകുന്ന അറിയാനായിട്ട് അടുത്ത എപ്പിസോഡുകൾക്കായി വെയിറ്റ് ചെയ്യാം. ബൈ.